സിപിഎമ്മിനെതിരെ ഒരു വാക്കുപോലും പറയില്ലെന്ന നയം വ്യക്തമാക്കി രാഹുൽ ഗാന്ധി. കൊലപാതക രാഷ്ട്രീയം മുഖ്യ വിഷയമാക്കി സിപിഎമ്മിനെതിരെ യുഡിഎഫ് പ്രചാരണം തുടരുന്നതിനിടെയാണ് രാഹുലിന്റെ നിലപാട് പ്രഖ്യാപനം. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സിപിഎം എന്തു പറഞ്ഞാലും മറുപടി പറയാനില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കേരളത്തിൽ മത്സരം എൽഡിഎഫും യുഡിഎഫും തമ്മിലാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. The CPM and the Congress have been locked in a fight in Kerala. This fight will go on. I understand that the CPM has to attack. I understand that they have to fight. But I am not going to say a word against the CPM. CPMലെ എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ഇപ്പോൾ എനിക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്നറിയാം. ആ വിമർശനങ്ങളെ ഏറ്റവും ആദരവോടെ സ്വീകരിക്കുന്നു. CPM എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പ്രചാരണത്തിൽ ഞാൻ CPMനെതിരെ ഒരു വാക്കുപോലും പറയില്ല. ഇതായിരുന്നു രാഹുലിന്റെ നിലപാട്. CPMും BJPയും ഒരുപോലെ ഉന്നയിക്കുന്ന ആ ചോദ്യത്തിനും ഉത്തരമുണ്ടായിരുന്നു. എന്തുകൊണ്ട് മത്സരിക്കാൻ വയനാട്ടിലേക്കെത്തി? To send a message that India is one country. There is an assault taking place, an attack taking place by RSS, BJP, Narendra Modi. രാഹുലിനെതിരെ വ്യാപക പ്രചരണം നടത്തുന്ന CPMനെയും ഒരടി പിന്നോട്ട് നടത്തുന്നതാണ് നിലപാട് പ്രഖ്യാപനം. കേരളത്തിൽ മത്സരം LDFും UDFും തമ്മിലാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഇവിടെ പ്രധാന മത്സരം UDFും LDFും തമ്മിലാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വന്നത് ആരോട് മത്സരിക്കാൻ? അതാണ് പ്രശ്നം. കൊലപാതക രാഷ്ട്രീയം മുഖ്യ വിഷയമാക്കി CPMനെതിരെ പ്രചാരണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കളെയും പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു രാഹുലിന്റെ നിലപാട് പ്രഖ്യാപനം. രാഹുലിന്റെ മഹത്വമാണ് തെളിഞ്ഞതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകുന്ന വിശദീകരണം. CPMനെയും കോൺഗ്രസിനെയും ഒരുപോലെ എതിർക്കുന്ന BJPക്ക് ഒരു വടി നൽകുക കൂടിയാണ് രാഹുലിന്റെ വാക്കുകൾ. ന്യൂസ് 18 വയനാട്. രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകി. ഒരു കോൺഗ്രസ് അധ്യക്ഷൻ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുന്നത് സാക്ഷ്യം വഹിക്കാൻ വൻ ജനാവലിയാണ് കൽപ്പറ്റയിൽ തടിച്ചുകൂടിയത്. സംസ്ഥാനത്തെ UDF ക്യാമ്പുകളെ മുഴുവൻ ആവേശത്തിലാക്കി 11:30യോടെയായിരുന്നു നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. സഹോദരി പ്രിയങ്കയും സംസ്ഥാനത്തെ മുതിർന്ന UDF നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. 70 ആണ്ടിലെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തിയെഴുതുകയായിരുന്നു വയനാട് കളക്ടറേറ്റിൽ രാഹുൽ ഗാന്ധി. കേരളത്തിൽ നിന്നൊരു കോൺഗ്രസ് അധ്യക്ഷൻ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ 10,000ങ്ങളാണ് ആവേശത്തോടെ വയനാട്ടിൽ എത്തിയത്. അവരുടെ ഇടയിലേക്ക് പിന്നെ തുറന്ന വാഹനത്തിൽ രാഹുലും പ്രിയങ്കയും മുതിർന്ന UDF നേതാക്കളും. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ നിമിഷം മുതൽ അത്യന്തം ആവേശകരമായിരുന്നു രാഹുലിന്റെ ഓരോ നീക്കങ്ങളും. ഹെലികോപ്റ്റർ ഇറങ്ങി തുറന്ന വാഹനത്തിൽ തന്നെയാണ് കളക്ടറേറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പുറപ്പെട്ടത്. പിൻനിരയിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി യാത്രയുടെ തുടക്കം. ആവേശ കൊടുമുടിയിലായിരുന്നു വയനാട്ടിലെത്തിയ ഓരോ UDF പ്രവർത്തകനും. പലതും കൊണ്ടുവന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ് നരേന്ദ്രമോദി സർക്കാർ. ആ സർക്കാരിനെ താഴെ ഇറക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ആസാദി മുദ്രാവാക്യം വരെ വയനാട്ടിൽ ഉയർന്നു. ഈ മണ്ണിന് വേണം, ഈ പെണ്ണിന് വേണം, എനിക്ക് വേണം. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പോരാട്ടത്തിനാണ് വയനാട്ടിൽ തുടക്കമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ പ്രാദേശിക വിഷയങ്ങൾ പോലും ഇനി മുതൽ ദേശീയ തലത്തിലും ദേശീയ വിഷയങ്ങൾ വയനാട്ടിലും സജീവ ചർച്ചയാകും. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം TJ ശ്രീലാൽ, ന്യൂസ് 18 കൽപ്പറ്റ. രാഹുൽ ഗാന്ധിക്ക് ആശംസകളുമായി പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ്. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരനായ ആളാണ് രാഹുൽ. വയനാടിനോട് രാഹുലിനെ ഏറ്റെടുക്കാനും പ്രിയങ്ക ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചു. രാഹുൽ വയനാടിനെ കൈവിടില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രായത്തെ അവഗണിച്ചും രാഹുൽ ഗാന്ധിയെ കാണാൻ വയനാട് കലക്ടറേറ്റിന് മുന്നിൽ നിരവധി പേർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. രാഹുലിന് കൊടുക്കാൻ സമ്മാനങ്ങളും കത്തുമൊക്കെ ആയിട്ടായിരുന്നു 80ഉം 100ഉം വയസ്സ് പിന്നിട്ടവർ എത്തിയത്. 111 വയസ്സുണ്ടെന്ന് അവകാശപ്പെടുന്ന കിഴങ്ങനാൽ പത്രോസ് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രവുമായാണ് ഇളമറക്കാരനെ കാണാനെത്തിയത്. രാഹുലിന് എന്റെ കൈകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണിക്കണം. രാഹുലിനും പ്രിയങ്കയ്ക്കും കൊടുക്കാൻ ഈ അപ്പൂപ്പൻ 1/2 കിലോ വീതം നറുതേനുമായാണ് വന്നത്. പ്രിയങ്കയ്ക്ക് 1/2 കിലോ 540 കിലോ ഉണ്ട്.
ദിവസം 70 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് പ്രായത്തെ വെല്ലുന്ന ആരോഗ്യ രഹസ്യം. ആ 40 കൊല്ലമേ ഉണ്ടാവും. അതുവരെ ഞാനാണ് ഇന്ത്യ നോക്കണേ. പൗലോസ് എന്ന 85-കാരൻ രാഹുലിന് കൈമാറാൻ കയ്യിൽ കത്തുമായാണ് എത്തിയത്. രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാലും കോൺഗ്രസ് നേതാക്കളുണ്ടാകും. അവരെ കണ്ട് ഈ കത്ത് കൈമാറിയാൽ അവർ രാഹുൽ ഗാന്ധി ഏൽപ്പിക്കും. അല്ലല്ല, അവരെ ഏൽപ്പിക്കുന്നത് ഇവിടെ അവിടെ കോൺഗ്രസ് നേതാക്കൾ വിശ്വാസമില്ല. അവരെ വിശ്വസിക്കാൻ പറ്റില്ല. രാഹുൽ മുമ്പ് വയനാട്ടിലെത്തിയപ്പോഴും നേരിൽ കണ്ടിട്ടുണ്ട്. എത്ര വോട്ട് ഭൂരിപക്ഷം കിട്ടും രാഹുൽ ഗാന്ധിക്ക്? 80% വോട്ടും 20% പോകും. വയനാട്. നാടകീയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഓരോ നീക്കങ്ങളും. അഭിവാദ്യമർപ്പിക്കാനെത്തിയ കുട്ടിയെ വാഹനം നിർത്തി ചേർത്തു പിടിച്ചാണ് രാഹുൽ കോഴിക്കോട് നിന്ന് കൽപ്പറ്റയിലേക്ക് പുറപ്പെട്ടത്. സമയം രാവിലെ 10:30. സുരക്ഷാസേനയുടെ അകമ്പടിയോടെ രാഹുലിന്റെ വാഹനം കോഴിക്കോട് ഗസ്റ്റ് ഹൌസിന് പുറത്തേക്ക്. പ്രിയ നേതാവിനെ കാണാൻ പുറത്ത് ജനക്കൂട്ടം കാത്തുനിൽക്കുന്നു. ഇതിനിടെ വാഹനം നിർത്തി രാഹുൽ ജനക്കൂട്ടത്തിനിടയിലേക്ക്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ട് രാഹുലിനെ തിരിച്ചു കാറിൽ കയറ്റി. മുന്നോട്ട് നീങ്ങുന്നതിനിടെ തന്നെ കാണാനെത്തിയ കുട്ടിയെ കണ്ട രാഹുൽ വീണ്ടും കാർ നിർത്തി. 5 വയസ്സുകാരൻ ഹാത്തിമിനെ കാറിനടുത്തേക്ക് വിളിച്ചു. രാഹുലിനെ കണ്ട അമ്പരപ്പിലാണ് ഹാത്തിം. പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞെടുത്ത്. രാഹുലിനെ കണ്ട സമയത്ത് എന്ത് തോന്നി? സന്തോഷം. ആഗ്രഹിച്ചിരുന്നു രാഹുലിനെ കാണാൻ വേണ്ടി. കോഴിക്കോട് സ്വദേശിയായ ജസ്നയുടെയും ഭർത്താവ് ഫൈസിയുടെയും മകനാണ് ഹാത്തിം. പ്രഭാത ഭക്ഷണം പോലും ഉപേക്ഷിച്ചാണ് മാതാപിതാക്കൾക്കും സഹോദരി സോയനുമൊപ്പം രാഹുലിനെ കാണാനെത്തിയത്. പ്രിയ നേതാവിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ ഏറെ ആഹ്ലാദത്തിലാണ് കുടുംബം. മക്കളെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു രാഹുൽജി പുറത്തിറങ്ങി. വളരെ സന്തോഷം. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് കാദരിയുടെ മകളാണ് ജസ്ന. സനോജിനും സ്വരൂപിനുമൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. റോഡ് ഷോക്കിടെ തിക്കിലും തിരക്കിലും പെട്ട മാധ്യമ പ്രവർത്തകനെ ശുശ്രൂഷിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി ട്രാക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ബാരിക്കേഡ് തകർന്ന് ഇന്ത്യ ഹെഡ് റിപ്പോർട്ടർ റിക്സൺ താഴെ വീഴുകയായിരുന്നു. പരിക്കേറ്റ റിക്സനെ സമീപത്തെ വാഹനത്തിലുണ്ടായിരുന്ന രാഹുലും പ്രിയങ്കയും എത്തി സഹായിക്കുകയായിരുന്നു. രാഹുൽ കൂടി ചേർന്നാണ് സ്ട്രക്ചറിൽ ഇയാളെ ആംബുലൻസിലേക്ക് മാറ്റിയത്. ഈ സമയത്ത് മാധ്യമപ്രവർത്തകന്റെ ഷൂസും കയ്യിൽ പിടിച്ചുള്ള പ്രിയങ്ക ഗാന്ധിയുടെ നടത്തവും ജനങ്ങളെ ആകർഷിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. വർഷം അമേഠിയിൽ അധികാരം ആസ്വദിച്ച രാഹുൽ വയനാട്ടിലേക്ക് ഒളിച്ചോടുന്നത് ജനങ്ങൾ പൊറുക്കില്ലെന്ന് സ്മൃതി ഇറാനി. വയനാട്ടിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരോട് പച്ചക്കൊടി കൊണ്ടുവരരുതെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആരോപിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ അമേത്തിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുകയായിരുന്നു BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി. Temperature in Amethi has been significant because we've seen Rahul Gandhi choose an alternative for himself. രാഹുൽ അമേത്തിക്കൊപ്പം വയനാട്ടിൽ മത്സരിക്കുന്നത് പരാജയം ഭയന്നെന്നാണ് സ്മൃതിയുടെ ആരോപണം. അമേത്തിയോടുള്ള വഞ്ചന ജനങ്ങൾ പൊറുക്കില്ല. വയനാട്ടിലെ ജനങ്ങൾ അമേത്തിയിലെ വികസന രാഹിത്യം തിരിച്ചറിയണം. People believed him and he did not deliver on a single promise. And today he tries to entice the people of another constituency, hopeful that he can hoodwink them into belief. But I've invited any citizen who's going to vote, come and look at the conditions in Amethi. വിഭജനത്തിന് കാരണക്കാരായ മുസ്ലിം ലീഗുമായി ചേർന്നാണ് രാഹുൽ മത്സരിക്കുന്നതെന്നും കോൺഗ്രസിന്റെ ഉദ്ദേശം ഇതിലൂടെ വ്യക്തമാണെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. അമിതാഭ് ബച്ചനാണെന്ന് കരുതി നടിക്കുകയും ഒടുവിൽ വില്ലനെ പോലെ പരാജയപ്പെടുകയും ചെയ്യുന്നയാളാണ് സ്മൃതി ഇറാനി എന്നായിരുന്നു കോൺഗ്രസ് മറുപടി. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാത്ത സ്മൃതിക്ക് ഹാട്രിക് പരാജയ ഭീതിയാണ്. ചരിത്രമറിയാത്തതുകൊണ്ടാണ് അധികാരഭോഗിയായ ആദിത്യനാഥ് മുസ്ലിം ലീഗ് ബന്ധത്തെ പഴിക്കുന്നതെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. ന്യൂസ് 18 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 12-ന് കേരളത്തിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്ന മോദി കോഴിക്കോടും തിരുവനന്തപുരത്തുമായി നടക്കുന്ന BJP സമ്മേളനങ്ങളിൽ സംസാരിക്കും. കോഴിക്കോട് വൈകിട്ട് 5-നും രാത്രി 7-ന് തിരുവനന്തപുരത്തുമാണ് സമ്മേളനങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നത്. നേരത്തെ കൊല്ലത്തും തൃശൂരിലുമുള്ള BJP പരിപാടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരുന്നു. വരുന്ന ആഴ്ചകളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ BJPയുടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ പ്രചാരണത്തിന് വരും. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരായ കോഴ ആരോപണം ഗൌരവതരമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കോഴിക്കോട് കലക്ടറോട് ടിക്കാറാം മീണ അടിയന്തര റിപ്പോർട്ട് തേടി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി.
MK രാഘവനെതിരായ കോഴ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി. ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഫാക്ച്വൽ പൊസിഷൻ എന്താണ്, അതിനെക്കുറിച്ച് കളക്ടറോട് ഞാൻ റിപ്പോർട്ട് ചോദിക്കുകയാണ്. കൂടാതെ പോലീസ് അതോറിറ്റിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പെട്ടെന്ന് ഒരു പ്രിലിമിനറി ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് എനിക്ക് അയക്കാൻ വേണ്ടി. അങ്ങനെ ഇത് സത്യമാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമാകും റിപ്പോർട്ട് നൽകുന്നതെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ ശ്രീറാം സാംബശിവറാവു പറഞ്ഞു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുടർ നടപടിയുണ്ടാകും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ശുപാർശയോടെ പരാതി നടപടിക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. ആരോപണം ശരിയെന്ന് തെളിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ വിലക്കുൾപ്പെടെയുള്ള നടപടിയുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഹിന്ദി ചാനൽ പുറത്തുവിട്ട കോഴ ആരോപണത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ. ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷന് പിന്നിൽ CPMന്റെ ജില്ലാ ഘടകമാണെന്ന് രാഘവൻ ആരോപിച്ചു. കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് രാഘവനെ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF നേതൃത്വം. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ അപമാനിക്കാൻ ഇനി ബാക്കിയില്ല. നമ്പിനാരായണൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ മാർഗമില്ല. കാരണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. കോഴ ആരോപണത്തെക്കുറിച്ച് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച വാർത്ത ഉയർത്തിക്കാണിച്ചു തുടങ്ങിയ വിശദീകരണം പൊട്ടിക്കരച്ചിലെത്തി. CPMന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വവും മാഫിയ സംഘവും ദില്ലിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്ന് കോഴ ആരോപണം പ്ലാന്റ് ചെയ്യുകയായിരുന്നെന്നാണ് രാഘവന്റെ ആരോപണം. ഇതിൻ്റെ പിറകിൽ വലിയൊരു കോൺസ്പിറസിയുണ്ട്. ചെറിയ കോൺസ്പിറസി അല്ല. ആ കോൺസ്പിറസിയുടെ പിറകിൽ ഒരു സംശയം എനിക്കില്ല, അത് CPMന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വമാണെന്ന് ഞാൻ ശക്തമായി ഇവിടെ അത് ഉന്നയിക്കുകയാണ്. ദൃശ്യങ്ങളിലെ ഓഡിയോ ഡബ് ചെയ്ത് ചേർത്തതാണെന്ന് MK രാഘവൻ പറയുന്നു. ഡൽഹിയിൽ നിന്ന് വന്നവരോട് സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ച് മാത്രമാണ്. മദ്യവിതരണവും കേന്ദ്ര ഫണ്ടും അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് താനല്ലെന്നും രാഘവൻ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കള്ളപ്പണം ഉപയോഗിക്കുന്നതിന്റെ തെളിവാണ് രാഘവന്റെ സംഭാഷണമെന്ന് CPM ആരോപിച്ചു. രാഘവന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം. കള്ളപ്പണം കോൺഗ്രസ് നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നു എന്നാണ് MP-യുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാവുന്നത്. സ്റ്റിംഗ് ഓപ്പറേഷൻ വിവാദമാവുമ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് ഇരുപക്ഷത്തിന്റെയും നിലപാട്. ന്യൂസ് 18 കോഴിക്കോട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് RSPയോട് സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയത്തിൽ നേരും നെറിയും വേണം, അത് പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. CPMനോട് സ്വീകരിച്ച അതേ നിലപാട് RSP കോൺഗ്രസിനോടും സ്വീകരിച്ചേക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞതിൽ എന്താ വിഷമതിലുള്ളത്? എന്തായിരുന്നു നിലപാട് സ്വീകരിച്ചത്? ഇനിയിപ്പോൾ നാളെ എന്താ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ ആർക്കറിയാം? ഞങ്ങളോട് കാണിച്ച രീതിയില്ലേ അതിനേക്കാളും കടുത്ത രീതി ഇപ്പോൾ നിൽക്കുന്ന UDFനോട് കാണിക്കുമെന്ന് ആർക്കറിയാം? അതല്ലേ അവസ്ഥ. രാഷ്ട്രീയത്തിൽ നെറി വേണം. ആ നെറി വളരെ പ്രധാനമാണ്. ആ നെറി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. 20 മണ്ഡലങ്ങളും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. BJP നേതാക്കളായ K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും പുതുക്കിയ പത്രികയും ഇന്ന് നൽകി. കഴിഞ്ഞ മാസം 28-നാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത്. പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഇന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക നൽകി. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി PC തോമസ് പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിന് എത്തിയത്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി P. കൃഷ്ണകുമാറും ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി TV ബാബുവും ഇന്ന് പത്രിക സമർപ്പിച്ചു. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രനും ആറ്റിങ്ങലിലെ ശോഭാ സുരേന്ദ്രനും പത്രിക പുതുക്കി നൽകി. കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന സത്യവാങ്മൂലത്തോടെയാണ് പത്രിക. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 8-ആണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 നേതാ ആപ്പ് സർവേ. ന്യൂസ് 18ഉം നേതാ ആപ്പും സംയുക്തമായി ഒരുക്കുന്ന തെരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. പ്രളയത്തിലെ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് LDFന് തിരിച്ചടിയാകുമോ എന്നായിരുന്നു. 10,793 പേർ വോട്ട് രേഖപ്പെടുത്തിയതിൽ തിരിച്ചടിയാകുമെന്ന് അഭിപ്രായപ്പെട്ടവർ 55.62% പേരാണ്. തിരിച്ചടിയാകില്ലെന്ന് 44.38% പേർ അഭിപ്രായപ്പെട്ടു.
ഡാമുകൾ തുറന്നുവിട്ടത് പ്രളയം രൂക്ഷമാക്കിയെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതിയെ അപമാനിക്കുന്നതാണ് റിപ്പോർട്ടെന്നും അമിക്കസ് ക്യൂറി സർക്കാരിന്റെ ഭാഗം കേട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് റവന്യൂ മന്ത്രിയും പ്രതികരിച്ചു. കോടതിയുടെ നിരീക്ഷണമോ നിഗമനമോ ഒരു കമന്റുമോ അല്ല. ഇത് ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരേ സമയം ഡാമുകൾ തുറന്നുവിട്ടത് ദുരന്തത്തിനിടയാക്കി എന്ന വാദം സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തന്നെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമങ്ങൾ കേരളീയർ ഒറ്റക്കെട്ടായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഡാം മാനേജ്മെന്റ് പിശകാണ് എന്ന് പറയുന്നത് പൊള്ളത്തരമാണ്. ഡാമുകൾ ഇല്ലാത്തിടത്തും പ്രളയമുണ്ടായത് ഡാം നിയന്ത്രണത്തിൽ വന്ന വീഴ്ചയാണെന്ന് പറയരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമിക്കസ് ക്യൂറിയുടേത് സാങ്കേതിക വൈദഗ്ധ്യമുള്ള റിപ്പോർട്ടാണെന്ന് കരുതുന്നില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇത് ഒരു സാധാരണ കോടതി നിയോഗിച്ച ഒരു പ്രശസ്തനായ വക്കീലാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ വിദഗ്ധനല്ല എന്നാണ് എൻ്റെ ധാരണ. റിപ്പോർട്ടിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്താണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചത്. അമിക്കസ് ക്യൂറി കോടതിയുടെ സഹായിയാണ്. ഇറ്റ് ഇസ് നോട്ട് എ കോർട്ട്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ പ്രതികരിക്കേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. എങ്കിലും വിവാദ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കൊല്ലം. ചൂടിലുരുകി കേരളം. സംസ്ഥാനത്ത് വേനൽ മഴയിൽ വൻ കുറവുണ്ടായെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 61% കുറവാണ് വേനൽ മഴയിലുണ്ടായത്. കൊടും ചൂട് തുടരുമെന്നും 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വേനൽ മഴ കുത്തനെ കുറഞ്ഞതോടെ സംസ്ഥാനത്ത് കൊടുംചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വേനൽ മഴയിൽ 61% കുറവുണ്ടായി. വയനാട് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. മാർച്ച് 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 14.5 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. സാധാരണ 36.9 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കേണ്ടതാണ്. 61% മഴ കുറവാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കൊല്ലം, വയനാട് ജില്ലകളിൽ മാത്രമാണ് ശരാശരി മഴ കിട്ടിയിരിക്കുന്നത്. മറ്റുള്ള ജില്ലകളിലെല്ലാം ശരാശരിയിൽ നിന്നും കുറവ് മഴയാണ് കിട്ടിയിരിക്കുന്നത്. കാസർഗോഡ് 100%, തിരുവനന്തപുരം ജില്ലയിൽ 99% മഴയിൽ കുറവുണ്ടായി. വയനാട്, കൊല്ലം ജില്ലകളിൽ മാത്രമാണ് സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചത്. കാലവർഷം കുറയുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. കാറ്റിന്റെ ദിശ മാറിയതും എൽനിനോ പ്രതിഭാസവുമാണ് മഴ കുറയാൻ കാരണമെന്നും കാലാവസ്ഥാ കേന്ദ്രം കണക്കാക്കുന്നു. വേനൽ മഴ കുറഞ്ഞതിനൊപ്പം മൺസൂൺ എത്താൻ താമസിക്കുക കൂടി ചെയ്താൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകും. വരാനിരിക്കുന്ന വരൾച്ചയുടെ മുന്നറിയിപ്പ് കൂടിയായി വേണം ഇതിനെ കാണാൻ. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. റെക്കോർഡ് ചൂടിൽ പൊള്ളി നിന്ന തൃശൂരിനെ കുളിർപ്പിച്ച് വേനൽ മഴ. ഉച്ചയോടെയാണ് തൃശൂർ നഗരത്തിലും പരിസരങ്ങളിലും കനത്ത മഴ പെയ്തത്. ഇടിയോടെയായിരുന്നു തുടക്കം. തുള്ളി തുള്ളിയായി തുടങ്ങി 10 മിനിറ്റോളം കനത്ത മഴ. ഉച്ചവരെ നല്ല ചൂടനുഭവപ്പെട്ട പ്രദേശത്ത് ഞൊടിയിടയിലാണ് മഴ പെയ്തത്. അപ്രതീക്ഷിത മഴ കുടയും കോട്ടുമെടുക്കാതെ ഇറങ്ങിയവരെ നനച്ചെങ്കിലും എല്ലാവർക്കും ആശ്വാസം. പെട്ടെന്ന് പ്രതീക്ഷയില്ല, പക്ഷെ നല്ല സുഖമുണ്ട് മഴ പെട്ടെന്ന് വന്നപ്പോ. സൂപ്പർ മഴ, സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യാന്ന്. ചൂടെടുത്തിട്ടേ സഹിക്കാൻ വയ്യായിരുന്നു. നല്ല മഴ പെയ്തപ്പോ സന്തോഷം. തൃശൂർ, ചാലക്കുടി, ഗുരുവായൂർ ഭാഗങ്ങളിലായിരുന്നു മഴ. തൃശൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നത്. ചില ദിവസങ്ങളിൽ 40 ഡിഗ്രി വരെ താപനില ഉയർന്നിരുന്നു. ദിവസങ്ങളായി തുടരുന്ന കനത്ത ചൂടിന് ആശ്വാസമായാണ് വേനൽ മഴ എത്തിയത്. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ നാടും ഭൂമിയും തണുത്തു. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. സിറോ മലബാർ സഭ ഭൂമി ഇടപാടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ പ്രതി ചേർത്ത് അന്വേഷിക്കാൻ കോടതി ഉത്തരവ്. എറണാകുളം സെൻട്രൽ പോലീസ് CAയ്ക്കാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകിയത്. മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ കേസിലെ 26 പ്രതികൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി പാപ്പച്ചൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. സീറോ മലബാർ സഭയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയുടെ വിൽപ്പനയിൽ സഭയ്ക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചുവെന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം. അതിരൂപതയ്ക്ക് കീഴിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ 59 കോടി രൂപ ബാങ്ക് വായ്പ എടുത്ത് അങ്കമാലിക്കടുത്ത് മറ്റൂരിൽ 23.22 ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നു.
പദ്ധതി പിന്നീട് ഉപേക്ഷിച്ചുവെങ്കിലും ഇതടക്കമുള്ള ഇടപാടുകൾ സഭയ്ക്ക് 80 കോടിയിലധികം രൂപയുടെ ബാധ്യത വരുത്തിവെച്ചു. ഇത് തീർക്കാനായി കാക്കനാട്, തൃക്കാക്കര, സീപോർട്ട് എയർപോർട്ട് റോഡ്, മരട് എന്നിവിടങ്ങളിലായി 3.3 ഏക്കർ വിൽക്കാൻ വൈദിക സമിതി തീരുമാനിച്ചു. എന്നാൽ ഈ ഇടപാടിലും ക്രമക്കേട് നടന്നതായാണ് ആരോപണം. ഭൂമി ഇടപാട് വിവാദമായതിനെ തുടർന്ന് അതിരൂപതയുടെ ഭരണ ചുമതലയിൽ നിന്ന് വത്തിക്കാൻ കർദിനാളിനെ മാറ്റിയിരുന്നു. വസ്തു ഇടപാടിൽ ലഭിച്ച തുക കുറച്ചു കാണിച്ച് നികുതി വെട്ടിച്ചതിന്റെ പേരിൽ ആദായ നികുതി വകുപ്പും കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തൃശൂർ ചീയാരത്ത് പെൺകുട്ടിയെ യുവാവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു. ബിടെക് വിദ്യാർത്ഥിനിയായ നീതുവിനെയാണ് വീട്ടിനുള്ളിൽ കയറി കൊലപ്പെടുത്തിയത്. പ്രതി വടക്കേക്കാട് സ്വദേശി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 7 മണിയോടെയാണ് സംഭവം. തൃശൂർ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ നീതുവാണ് കൊല്ലപ്പെട്ടത്. ചിയാരം പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള വീട്ടിലായിരുന്നു കൊലപാതകം. ബൈക്കിലെത്തിയ പ്രതി വടക്കേക്കാട് സ്വദേശി നിതീഷ് പിൻവശത്തുകൂടി വീട്ടിനുള്ളിൽ പ്രവേശിച്ച് പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പ്രണയം നിരസിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിന് മുമ്പ് പ്രതി പെൺകുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ബാത്റൂമിൽ ഈ കുട്ടി ആകെ തീപ്പെട്ട് കിടക്കുകയായിരുന്നു. ആകെ പുകയും അരക്കുന്ന കീഴ്പ്പെട്ട ആകെ ഉരുകി. പിന്നെ ഇവിടെ കുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലഡും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടി ആകെ അൺകോൺഷ്യസ് ലെവലായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് പെൺകുട്ടി മരിച്ചിരുന്നു. അമ്മ ചെറുപ്പത്തിൽ മരിച്ച പെൺകുട്ടി അമ്മാവനോടും അമ്മൂമ്മയോടും ഒപ്പമാണ് താമസിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സാമാന്യ സംഗീതത്തെ സ്നേഹിക്കുകയും ചിത്രരചനയെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യത്തിൽ വധിക്കപ്പെട്ടത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലും പോലീസും ആളുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കസ്റ്റഡിയിലെടുത്ത പ്രതി അബോധാവസ്ഥയിലായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 തൃശൂർ. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോഴും ജീവൻ നിലനിർത്തുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണെങ്കിലും മറ്റ് അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയൊരു ശസ്ത്രക്രിയയ്ക്ക് സാധ്യതയില്ലെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സ തുടരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പലിശ നിരക്ക് വീണ്ടും കുറച്ച് റിസർവ് ബാങ്ക്. വായ്പാ പലിശ നിരക്കായ റിപ്പോ 0.5% കുറച്ചത്. ഇതോടെ ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്കുകൾ നിർബന്ധിതരാകും. പ്രധാനമന്ത്രിയുടെ വിശ്വസ്തൻ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം തുടർച്ചയായ 2ാം തവണയാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്.